ஈவினிங்ல நான் கொஞ்சம் லேட் ஆகும். தக்கலையில இருந்து ஒரு கட்சி வருது, ரொம்ப பிரமாதமான விஷயம். அந்த நாணயமேட்ட சொல்லி வச்சிரு, வீட்டுல வந்து இருக்கட்டும். குட் மார்னிங் அண்ணே. வெரி வெரி குட் மார்னிங். பிரசாத் எங்க இருக்கு? பின்ன அதுக்கு கோவிலுக்குள்ள போடும். என்ன இருக்குமா? டான்ஸ் எல்லாம் எப்படி இருக்கு? நல்லா இருக்கு, ரொம்ப பிரமாதமா பிராக்டிஸ் எல்லாம் நடந்துட்டு இருக்கு. இப்போ அந்த கலாட்சேத்திரம் பனிமதியம்மா தானே டீச்சர்? ஆமா, அவரே. போதாது. இந்த ஸ்டாண்டர்டுக்கு பத்மா சுப்பிரமணியம் இல்லன்னா சித்ரா விஸ்வேஸ்வரன் யாராவது வேணவே. இனி வெம்பட்டு சின்ன சத்தியம் வேணும், நான் அரேஞ்ச் பண்ணி கொடுப்பேன். அது குச்சிப்புடி வேறே. அவ்வளவு சிரிக்க வேண்டாம், போதும். எந்த புடியானாலும் டான்ஸ் அல்லவா? அது சரி, நான் போகட்டுமா? எனக்கு டைம் ஆச்சு. அண்ணன் கோட்டுக்கு தானே, நான் ட்ராப் பண்ணலாம். ஏறு பின்னாடி. ஒரு நாள் நான் வீட்டுக்கு வருவேன், உங்க டான்ஸருக்கு நிம்மதியா பார்க்கணும். வரட்டுமா? വെങ്കണ്ണൻ വന്നില്ലേ? ഇല്ലല്ലോ. നീ ഇതെവിടായിരുന്നു? സരസ്വതിപുരത്ത് ചാത്ത സദ്യ ചാപ്പിട്ട് വരിക. ഇനി വൈകിന്ന് പറഞ്ഞ് ചാരണ്ടാന്ന് വെച്ചിട്ട് സ്പീഡാക്കി, അതാ കത്തിച്ചേ. എടാ, ഇടയ്ക്ക് നിനക്ക് ഇതൊന്നും നനച്ച് തിരുമാൻ പാടില്ലേ? ഇത് തിരുമ്പേ ഫോറിനാ, തിരുമാൻ പാടില്ല. പാടില്ലേ? എന്നാ ലേശം അങ്ങോട്ട് നീങ്ങിയിരിക്കും. ഒരു പണിയുണ്ട്, അണ്ണം വരുമ്പോ എല്ലാവരും എഴുന്നേറ്റ് സലാം ചേർന്നേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. മതി, ഒരുപാട് ഊതാതെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ വാനര സംഘത്തിന് പോയവൻ തന്നെയല്ലേ. അതൊക്കെ പോട്ടെ, ഞങ്ങൾക്കൊക്കെ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഫോറിൻ സാധനങ്ങൾ കയ്യിൽ വെച്ചാലേ ഞങ്ങൾ പോലീസ് പിടിക്കുന്നു. വേണ്ട, ഒരാൾക്ക് കൊണ്ടുവന്നതിന്റെ തന്നെ കോലം കണ്ടില്ലേ? അതെ, നിന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞതേ ഒരു പ്രധാന കാര്യം പറയാനാ. മണ്ഡലോത്സവം തുടങ്ങാറായി. 4-5 വർഷമായി നമ്മുടെ ഗ്രാമം ഏറ്റവും പിന്നില്. വെറുതെ വാച് കടിച്ചാ പോരാ, ഇറങ്ങി പണിയെടുക്കണം. പണിയൊക്കെ എടുക്കാം, അതിനെ ശുക്രം വേണ്ടേ? ആന, അമ്പാരി, പഞ്ചവാദ്യം, വെടിക്കെട്ട്. ഏതായാലും ഇപ്രാവശ്യം നമ്മൾ ആരുടെയും മുന്നിലായില്ലെങ്കിലും പിന്നിലാവാതെ നോക്കണം. പണം നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. മതി, നീ ആ ഉറപ്പ് തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എന്തറിഞ്ഞിട്ടായി പറയണ്? അപ്പുറത്തെ മറ്റവനുണ്ട്, നരസു, ആകെ മിണുങ്ങൂന്ന് പറഞ്ഞിട്ട് അവൻ നിക്കണ്. അവിടെ നിൽക്കുള്ളൂ, കഴിഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റണമൊന്നും അല്ലല്ലോ അവന്റെ കുടുംബത്തോട് ചെയ്തിട്ടുള്ളത്. ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാനും. നമ്മളായിട്ട് ആരുടെയും മെക്കിട്ട് കയറാൻ പോണ്ട, അതാ വിടും വേണ്ട. അതേ എനിക്ക് പറയാനുള്ളൂ. ഉത്സവം എങ്ങനെയെങ്കിലും നടത്താം, രഥോത്സവം വരാൻ പോണേ ഉള്ളൂ. അതിനും ആ നരസു പ്രശ്നം ഉണ്ടാക്കും. കഴിഞ്ഞതൊന്നും അവനും മറന്നു കാണില്ല. അതിന് അന്നത്തെ വെങ്കിടി അല്ല ഇത്, കുത്തി കൊടലേ കയറി ഞാൻ. നമ്മ കേസ് ഇതുവരെ കാച്ച് அதை பற்றி டிஸ்கஸ் பண்ணதான் வந்தேன். ரொம்ப കോംപ്ലിക്കേറ്റഡ് ആണ്. എവിഡൻസ് മിക്കവാറും നമുക്ക് എതിരാണ്. എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്ന് നോക്കുമ്പോ അത്ര കൺഫ്യൂഷനാ. പിന്നെ എതിർപാർട്ടി അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. വക്കീലെ, അതെല്ലാം എനിക്ക് നല്ല തെരിയും. അതുകൊണ്ടല്ലേ ഈ കേസ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ കേസ് ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ എന്റെ മുഖം തകരും. പണം എനിക്കൊരു വിഷയമല്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഇതുപോലെ മറ്റൊരു കേസിന് വേണ്ടിയും ഞാൻ ആയുസിൽ പ്രിപ്പയർ ചെയ്ത് കിടയാത്. പിന്നെ ഇത് ജയിച്ചാ എനക്കും ഒരു ഗ്ലാമർ താനേ. ഗ്ലാമറിനും അപ്പുറം അയ്യരുടെ പോക്കറ്റിൽ വീഴാൻ പോണത് 25,000 rupees, 25,000. പണത്തിനേക്കാൾ എനിക്ക് വലുത് മിസ്റ്റർ നരസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. യുവർ ഓണർ, ഐ നോ ഇറ്റ് ഈസ് പ്രൈസ്ലെസ്. അത് ഒരു കേസ്. ഇനി മറ്റൊന്ന് കൊഞ്ചം പേഴ്സണലാണ്. നമ്മ റുക്കുണ്ടല്ലോ, റുക്മിണി, അവളുടെ പോക്കത്ര ശരിയല്ല. എന്നെ അവൾക്കൊരു മൈൻഡില്ലേ. ഞാൻ നല്ല നല്ല അഡ്വൈസ് കൊടുക്കുമ്പോ അവൾക്ക് അതൊരു വിലയില്ലേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായി, അതുകൊണ്ടായി പറഞ്ഞത്. ഞാൻ ഈ വക കലകളിലൊക്കെ തൽപരനാണെന്നും ഉങ്ങൾക്ക് തെരിയും, ആണ് അവൾക്ക് தெரியாது. വക്കീൽ അതൊന്ന് ശ്രദ്ധിച്ചാ മതി. പിന്നെ ആദ്യം പറഞ്ഞ കേസെങ്ങാനും തോറ്റിട്ട് ഇന്ത പക്കം വന്നാ യു ഡോണ്ട് വറി സർ. ഉണ്ട വീട്ടുക്ക് രണ്ടകം നനയ്ക്കാത്തവൻ. ഈ വിദ്യാരംഭത്തിന് എഴുത്തിരുത്തേണ്ടത് ഐശ്വര്യമുള്ള കൈകൊണ്ടാവണം, അല്ലെങ്കിൽ ഇവനെ പോലായി പോകും. നമസ്കാരം. 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 വെങ്കിടി വന്നുവരെ ഞാൻ അറിഞ്ഞു. ഇനി എത്ര നാളുണ്ട്? ഇനി 10-40 ദിവസമുണ്ട്. സുഖം. സുഖം. എന്നാ സൗഖ്യമാ? ടിഫിനെല്ലാം സാപ്പിട്ടാ
വാ ഷൺമുഖം അമ്മ വാ അനുഗ്രഹിക്കണം. നന്നാ ഇരിക്കപ്പാ ദീർഘായുസായിரு എന്നാമോ വാ ഉള്ള വാ ലംബോദര ലഘുമികര അംബാസുത അമര വിനോദ ലംബോദര. ആ വരാം വരാം, ഇരിക്കാം. ഓ, ഇരിക്കാം. മനസ്സിലായോ ഇതാരാണെന്ന്? പുരിഞ്ചിതാ, ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ? വലിയ പാട്ടുകാരനാണ് ഷൺമുഖം പാത്രിക. ആ ഇനി എല്ലാരും എഴുതിട്ടോളൂ. നാളെ മുതൽ സഭയിലാണ് ക്ലാസ്. എഴുതിട്ടോളൂ. ഇവിടുന്ന് പോയേ പിന്നെ ഈ ദിവസം താൻ തെറ്റിക്കാറില്ല. വിദ്യാരംഭം നന്നായി. ഇത്തവണ ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട്. ആ എന്താത്? മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ ഒരു കച്ചേരിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സബാഷ്, ഏതൊരു പാട്ടുകാരന്റെയും കൊതിയാണത്. പണ്ഡിത സദസ്സിന്റെ മുമ്പിൽ ഒരു കച്ചേരി അവതരിപ്പിക്കുക. നന്നാവും. അപ്പോ പതിവില്ലാത്ത ഏതെങ്കിലും രാഗോ കീർത്തനോ ഒരു പുതുമ വേണമെന്ന് തോന്നി. വേണം, പക്ഷെ അതിന് തനിക്ക് സാവകാശം ഉണ്ടാവുമോ? തിരക്കല്ലേ? 3-4 ദിവസം ഞാൻ ഇതിലേക്ക് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ആ ഇന്ന് തന്നെ തുടങ്ങാം. നല്ല ദിവസമല്ലേ? ഓ, മൂപ്പരെന്ന് കണ്ടാലും ഇഷ്ട, ഞങ്ങൾ പൊക്കോളാം. പറഞ്ഞല്ലോ ഇപ്പൊ മുടിയാതെ. അദ്ദേഹം അകത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 5:30 വാ. இன்னைக்கு நல்ல தரிசனாச்சு. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് നടന്നോളൂ. ആത്തിപ്പ് ഒന്ന് ഷാപ്റ്റ് പോനാ പോരും. അമ്മ, മണ്ഡല പൂജയും രഥോത്സവമൊക്കെ അടുത്ത് വരികയല്ലേ? എനിക്കിവിടെ ലേശം പണിയുണ്ട്, ഞാനങ്ങ് എത്തിക്കോളാം. അതല്ല അപ്പുറം നടക്കും മഠത്തിലേക്ക്. നോക്ക് എന്തു ഇങ്ങനെയുണ്ടോ ഒരു? എപ്പോ നോക്കിയാലും കോവില് കോവില്. നേരത്തും കാലത്തും ഒന്നും കഴിക്കാണ്ട് ദേ ആള് പകുതിയായി. നമുക്കേ ഇവനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിയിടണം. ഇവന് പറ്റിയ വല്ല കുട്ടികളുണ്ടോ മോളുടെ അറിവില്? നല്ല നല്ല കുട്ടികളൊക്കെ വെങ്കിടിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാവുമല്ലോ. എന്നെ അല്ല, വെങ്കിടി തന്നെ ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കട്ടെ. നമ്മള് മാത്രം ശ്രമിച്ചോണ്ടായില്ലല്ലോ. അതിന് ഇവനെ ഒന്ന് കൈ കിട്ടിയിട്ട് വേണ്ടേ? ഇവന്റെയും അമ്മുവിന്റെയും കല്യാണം ഒരേ ദിവസം ഒരുമിച്ച് നടത്തിയ എല്ലാവർക്കും എത്ര സൗകര്യമായിരിക്കും. നമ്മൾ അങ്ങനെ എന്തൊക്കെ മോഹിക്കണോ? എന്നാ ഞാൻ പോട്ടെ. ഒറ്റയ്ക്കോ? ഈ നേരത്തോ? 2 അടി നടന്നാ എനിക്ക് മടായി. വെങ്കിടി കുഞ്ഞെ കൂടെ കൊണ്ടുപോയി വിട്ടുവാടാ. പോമളെ. അപ്പാ, അപ്പ അറിഞ്ഞോ? എന്നാ വെങ്കിടി? നമ്മ ഷൺമുഖ സാർക്ക് പട്ടം കിടച്ചു. ആസ്ഥാന ഗായക പട്ടം. അമ്മു, നമ്മ ഷൺമുഖം ഇല്ലയാ, അവൻ ആസ്ഥാന ഗായക പട്ടം കിടച്ചിരിക്കുന്നേ. ചെല്ല അമ്മ കൂപ്പേ. ഉങ്കിട്ട് ആര് சொன்னே? സഭയിലെ ടെലഗ്രാം വന്നിருக்கு. അണ്ണാ, இந்த பட்டம் கிடைக்கும் போது தானம் தட்சிணா சத்யா இதெல்லாம் இல்லவா? നീ ഒരു വലിയ പാട്ടുകാരനായി കാണണമെന്നായിരുന്നു എന്നോട് ആശ. ആനാ നീ വഴിമാറി പോനപ്പോ ரொம்ப കവല ഇരുന്നത്. ഇപ്പൊ അതെല്ലാം പോച്ച്. അവ നമ്മ ശിഷ്യൻ താനേ, നല്ല ശിഷ്യൻ, സ്വന്തം മകൻ. ആസ്ഥാന ഗായക പട്ടം കിട്ടിയ ഒരു ഗായകന് ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് ഈ സംഗീത സഭയുടെ ധർമ്മമാണ്. അതിനൊരു പിരിവുണ്ടാക്കി കുറെ നാട്ടുകാരെയും വിളിച്ചു കൂട്ടി മന്ത്രിമാരെ കൊണ്ടോ സിനിമാ താരങ്ങളെ കൊണ്ടോ ഒരു മാല ഇടിയിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സ്വാമി എங்கே ഉക്കാറ്, അതാണ് ഞാൻ ചൊല്ലിണ്ടിരിക്കേ. വളരെ സീനിയറായ സംഗീത ലോകത്തിന് ബഹുമാന്യനായ ഒരു ഭാഗവതർ ആചാരപ്രകാരം സമ്മാനിതനായ ഗായകന്റെ കാല് കഴുകി സ്വർണ്ണ തളയിടണം. ഞങ്ങൾ പലരെയും സമീപിച്ചു, പക്ഷെ എല്ലാവരും ഒഴിഞ്ഞു മാറി. ചിലർക്ക് കാല് കഴിയിക്കാൻ മടി, മറ്റു ചിലർക്ക് ജാതിയാണ് പ്രശ്നം. ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ നമുക്ക് ഈ ചടങ്ങ് നടത്തണോ എന്ന കാര്യത്തിൽ ഈ ചടങ്ങ് നടത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ ശാസ്ത്രികളെ, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലോ ഗായകൻ എന്ന നിലയിലോ നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ കർമ്മം പൂർണ്ണ മനസ്സോടെ നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ്. ആസ്ഥാന ഗായക പട്ടവും
നമ്മൾ ചൊരിയുന്ന നിർലോഭമായ ഈ ആദരവും കൂടുതൽ വളർച്ചയിലേക്കുള്ള നിമിത്തവും അനുഗ്രഹവുമാണ്. എൻ്റെ ശിഷ്യനായതുകൊണ്ട് പറയുന്നതല്ല. സംഗീതത്തിൻ്റെ അനന്തമായ മേഖലകളിൽ വ്യാപരിക്കാനുള്ള സിദ്ധിയും വരവും ലഭിച്ച ഗായകനാണ് ശ്രീ ഷൺമുഖം. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ കലാകാരന്മാരെ പോലും വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് കിട്ടിയ ഈ അംഗീകാരം കൂടുതൽ പ്രസക്തമാവുകയാണ്. സംഗീതത്തിൽ അവർണ്ണനും സവർണ്ണനുമില്ല, വർണ്ണങ്ങളേ ഉള്ളൂ. പദവർണ്ണം, താനവർണ്ണം, അലങ്കാരവർണ്ണം. സംഗീതത്തിൽ ജാതികളില്ല, ജതികളേ ഉള്ളൂ. ഞാനിന്ന് ഭക്ത്യാദരപൂർവം കഴുകുന്നത് ഷൺമുഖന്റെ കാലുകളല്ല, സംഗീത ദേവതയുടെ തൃപ്പാദങ്ങളാണ്. സ്വർണ്ണത്തളയിടുന്നത് അവിടുത്തെ പാതാരവിന്ദങ്ങളിലാണ്. മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ സംഗീതോപാസകരുടെ നാമത്തിൽ ആസ്വാദക പ്രമുഖരായ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ കൃത്യം നിർവഹിച്ചിട്ടുണ്ട്.